Hello guys, good morning. Today is a very exciting day for me. ഇന്ന് എൻ്റെ ഫ്രണ്ട് രജിത ചെന്നൈയിൽ നിന്ന് എന്നെ കാണാൻ വരുന്നുണ്ട്. ഞാൻ രജിതയെ കാണാൻ പോകുന്ന ആഫ്റ്റർ 6 years കഴിഞ്ഞിട്ടാണ്. അപ്പം അത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ എം സോ എക്സൈറ്റഡ് ടു സീ രജിത. അപ്പോൾ രജിത രാവിലെ 3:30 എത്തി. അവളിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതിനടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവളവിടെ സ്റ്റേ ചെയ്യാണ്. അവൾ ഫുൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ ഹർ. യു ഗൈസ് കം വിത്ത് മീ. വി വിൽ ഇന്നൊരു ദിവസം ഞാൻ രജിതയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് രജിതയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പം ഞാൻ സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതെൻ്റെ വീട്ടിലെ വഴികളാണ് കേട്ടോ, വഴികളല്ല വഴിയാണ്. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് രജിത സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഓട്ടോ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ്. ആ കാണുന്ന നീല പെട്ടിക്കട നിങ്ങൾ കണ്ടില്ലേ, അതാണ് കേട്ടോ പണ്ട് ഞങ്ങളുടെ മാമച്ചൻ ചേട്ടൻ്റെ മാടക്കട. രജിത രാവിലെ 3:30 ആയപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾ നേരെ ഹോട്ടലിലോട്ട് പോയി. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യ്, എന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വരാമെന്ന്. ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് കേട്ടോ, ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് രജിത അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ് ടു സീ ഹർ. ആലപ്പുഴയിൽ ഇങ്ങനെ ഹോം സ്റ്റേയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പണ്ട് എൻ്റെ കുഞ്ഞിലെയൊന്നും ഇവിടെ ഇത്രയും ഹോം സ്റ്റേകളോ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഭയങ്കര കോമൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ അതേ വരുന്നുണ്ട്. എവിടെ എവിടെ രജിത എവിടെ? ഓ ഇതെങ്ങനെയാണ് തുറക്കുന്നത്? ഒരു മിനിറ്റ് നിൽക്കി അവിടെ പതുക്കെ വാ. അതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ല. വാ നടന്നോ. കണ്ട പോലെയാണോ? എടി നിനക്കൊരു മാറ്റമില്ല രജിത. ഇനിയിപ്പോൾ എൻ്റെ ഏകദേശം എൻ്റെ വാ ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ തിരിക്കാം. എന്തോ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ഉറങ്ങിയാ? ശരിക്കും ഉറങ്ങിയാ? ഞാൻ ഉറങ്ങില്ല. എന്താ? എനിക്ക് ഓർമ്മ ഇതാണ് എൻ്റെ രജിത. ഞാൻ നിങ്ങളെല്ലാവരും കണ്ടു കാണാമായിരിക്കും. ഞാൻ എൻ്റെ വലിയൊരു ബർത്ത്ഡേക്ക് ഇവർക്കൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ പറ. അച്ചായൻ്റെ അതേ ചായ. എനിക്ക് ഞാൻ ചെറിയ ബ്ലോഗറല്ല, എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ്. 1 ലൈക്ക് വ്യൂ ഫേസ്ബുക്ക് തരിക. ഇതെന്ത് എൻ്റെ മുഖമല്ലേ? ഒരു ഫിൽറ്റർ ട്രൈ. എനിക്ക് ഇവിടുത്തെ ലൈറ്റിങ് ശരിയില്ല. 15 അതല്ലേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തകർക്കുന്നത്. മാക്സിമം നമ്മുടെ വീഡിയോ എടുക്കണം. കാശിന് മുതലുണ്ട്. നിനക്ക് ഇതൊന്നും ഇല്ലല്ലേ? ക്യാമറ ഫിയർ, നീ ഏതോ സ്റ്റേജ് ഫിയർ ഉണ്ടെന്നല്ലോ ഭയങ്കര പറയുന്നുണ്ടല്ലോ. കോൺഷ്യസ് ആകുന്നില്ലല്ലേ? പറഞ്ഞോ എഡിറ്റ് ചെയ്യണല്ലോ. എഡിറ്റ് ചെയ്ത് ആദ്യം എനിക്ക് അയക്കണം. ബെസ്റ്റ്. ഇവിടെ എന്നെ കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നതാണ് അല്ലേ? എന്നെ കാണാനല്ലേ വന്ന? അത് മാത്രമാണ്. കണ്ട് ഒരു വീഡിയോ, ഒരു ഫോട്ടോ, ഒരു റീൽസ്, ഇത്ര ഉദ്ദേശമുണ്ട്. പക്ഷെ ഇത് കൊള്ളാടി. എങ്ങനെയുണ്ട് റൂമൊക്കെ? നല്ലുണ്ട്, നല്ല വൃത്തിയുണ്ട്. ആണല്ലേ? ഫുഡ് ഇവിടെ എനിക്ക് അവിടെയാണ്. ഇതെല്ലാം കൊള്ളാല്ലേ? ഞാൻ മോർണിംഗ് വന്നപ്പോൾ മാക്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാക്സിമം ഇഷ്ടപ്പെട്ടാ? ഞാൻ മറ്റോരോ AC ഒക്കെ അല്ലേ? AC ഇല്ലേ? AC ഉണ്ട്, പക്ഷെ ഇടേണ്ട ആവശ്യമില്ല. തണുപ്പുണ്ടോ? ഇട്ടോ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനായിരിക്കും? ഇല്ല, തണുപ്പ് ആണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പക്ഷെ നിന്റെ മുഖത്തിന് എന്തോ ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. എടി സുമിയെ കാണാൻ പോവാന്ന് പറഞ്ഞു. സുമിയെ കാണാൻ വരാന്ന് പറഞ്ഞു. അവള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. ഇത്ര അഭിനയിക്കണ്ട. പണ്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവർ ഇത്ര അഭിനയിക്കുന്നു. അവള് 9:30 തൊട്ട് നമ്മുടെ പൊട്ടിച്ച്, ഇത് പണ്ടോട്ട് ഇത് തന്നെ പരിപാടി. ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും, അതെല്ലാം പൊട്ടിച്ച് നശിപ്പിക്കുക. ഇത് തന്നെ വന്നപ്പോഴേ തന്നെ എൻ്റെ ക്ലിപ്പ് പൊട്ടിച്ച് 2 ആക്കി. എനിക്ക് വേറെ ക്ലിപ്പ് ഇനി പണ്ട് എൻ്റെ ചുരിദാർ, അത് നല്ലൊരു റെഡ് ചുരിദാർ ഉണ്ടായിരുന്നു. ഇവിടെ അത് തേച്ച് കത്തിച്ച് നശിപ്പിച്ച്. ഓർക്കുന്നില്ലേ? അതെ. പിന്നെ ഞാൻ ഏത് ക്രീമും എന്താ മറ്റേ എൻ്റെ ടോപ്പ് എടുത്തോണ്ട് വന്നാൽ ഞാൻ ഇടും. എൻ്റെ ക്രീം മൊത്തം തേച്ച് തീർക്കും.
പിന്നെ എന്റെ ഫേസ് വാഷ് മൊത്തം തീർക്കും. സ്ക്രബ് ആപ്രിക്കോട്ട് സ്ക്രബ് ജയമോള് വീട്ടിൽ നിന്ന് വരുമ്പോ ജയമോള് വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു ബാഗ് ആയിട്ട് വരും. അതിനുള്ള എല്ലാം കഴിക്കുന്ന സാധനങ്ങൾ ഞാൻ തീർത്ത് കളയും. പുതിയ ക്രീം, പുതിയ ഡ്രസ്സ് എല്ലാം ഞാൻ ആദ്യം ഉപയോഗിക്കും. ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് ഇല്ല, എന്നെ മൊത്തം കത്തില്ല. നമുക്ക് വേറെ സ്ഥലത്ത് പോയില്ലേ ഇവര് അവിടെയൊക്കെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലേ? എവിടെ ഇരിക്കുക അല്ലേ? ചേച്ചി ചെടിക്കൊന്നും വെള്ളം ഒഴിക്കുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടോ? ചെടിയെല്ലാം വാടി വയ്ക്കും. അത് കണ്ടപ്പോ ജയമോള് ഹൃദയം വാടി. പറഞ്ഞോ കണ്ടപ്പോ ജയമോള് അതല്ല ലഡുവിന്റെ കാര്യം. ചെന്നൈയില് ഒരു കടയുണ്ട്, ആലപ്പടി. അവിടുത്തെ ലഡു ശർക്കര ലഡു. പഞ്ചസാര വെച്ചല്ലേ? പഞ്ചസാര എടുത്തില്ല ഒന്നിനും. കരിപ്പട്ടി കാപ്പി, അതുപോലെ അവർ കരിപ്പട്ടി എന്നാണ് ശർക്കരയ്ക്ക് തമിഴ്നാട്ടിൽ പറയും. കരിപ്പട്ടി വെച്ചാണ് അവരുടെ എല്ലാ സ്വീറ്റ്സും. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ച ഏറ്റവും ടേസ്റ്റുള്ള ലഡുവാണ്. അതുകൊണ്ട് രജിത എനിക്ക് അതും കൊണ്ടുവന്നിട്ട് ജയമോക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് രജിതയുടെ പിള്ളേരെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. പക്ഷെ അവർ രണ്ടുപേരും, രജിതയ്ക്ക് 2 പിള്ളേരാണ് ഉള്ളത്, ബെഞ്ചു ആൻഡ് ബെഞ്ചമിൻ. അവർ രണ്ടുപേരും ഉറങ്ങുകയാണ്. അയ്യോ, അതിനും എനിക്ക് ഭയങ്കര എന്താ പറയുന്ന എന്തോ ഒരു നമ്മള് അല്ലേ അങ്ങനെ തിരിക്കല്ലേ കുര്യത്തിനെ പോയി അല്ലേ? നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു. കുര്യച്ചനും ഇവനും തമ്മി 20 ദിവസത്തിന് വ്യത്യാസം അല്ലേ? നമ്മുടെ ബർത്ത്ഡേയിൽ എത്ര ദിവസം സെയിം ഡേ ആണോ? ഞാൻ ബർത്ത്ഡേയുടെ എത്ര ദിവസം ഡിഫറൻറ്റോ അതേ സെയിം ഡിഫറൻസ് ആണോ? കുച്ചു അല്ലെ? ബെഞ്ചു ജൂലൈ 1, കുച്ചു ജൂലൈ 21. മെയ് 10, ഞാൻ മെയ് 31. അതേ ശ്രദ്ധിച്ചിട്ടില്ലടി. ബെഞ്ചമിനോ? രജിത ഒരുങ്ങാൻ പോയ സമയത്തിന് ഞാൻ അവൾ ആരാണ്, എന്താണ്, ഞാനും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഞാനും രജിതയും ബി.ഫാമിന് ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പം 20 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞാനും രജിതയും തമ്മിൽ. നിന്റെ ഫേവറേറ്റ് അല്ലേ? എനിക്കറിയാം. രജിത ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അപ്പം ഞങ്ങൾ സുമിയെ കാണാൻ പോവുക. ഇവിടുന്ന് ബസ് കയറി പോകണം. ഹലോ, ആദ്യമേ ഓട്ടോ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോകും. അവിടുന്ന് ബസ് കയറി പോകണം. ഓക്കെ, മാറിയില്ല. അന്നൊന്നും പക്ഷെ നമ്മളിങ്ങനെ നിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. നീ എൻ്റെ പുറപ്പുഴ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. ആലപ്പുഴ വന്നിട്ടില്ല. ആലപ്പുഴ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ആലപ്പുഴ തത്തമ്പള്ളി ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഓട്ടോ വന്നു ഞങ്ങൾ ഓട്ടോ കയറട്ടെ. കോണ്ടങ്ങളെങ്ങനെ ഞാൻ മോഡൽ ഇത് ഒറ്റ പറഞ്ഞു ഇവിടെ ഒറ്റ കേൾക്കട്ടെ. നമ്മൾ ഹൈദരാബാദിൽ ഇങ്ങനെ ഒരു ബസ്സിൽ പോയത് ഹൈദരാബാദില് ഓർമ്മയുണ്ടോ? ഇതേപോലെ നമ്മൾ ബസ്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത്, ആ ഫോട്ടോ ഞാൻ തരാം. ആണോ? ബസ്സിലിരിക്കുന്ന ഫോട്ടോ ആണോ? അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എത്ര വർഷങ്ങളായി. അന്ന് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് 11 വർഷം ഞാൻ ഹൈദരാബാദ് വരും, ബാംഗ്ലൂർ അന്ന് കാണുമായിരുന്നു. ഇവളുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യാം നമുക്ക് ട്രിപ്പ് പോകണം അല്ലേ? അവർ ഇത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ പറയും, നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം. ശരിക്കും അന്ന് നമ്മൾ നല്ല ഫ്രീ ആയിരുന്നു. എനിക്കും പിള്ളേരില്ല, നിനക്ക് നീ പിള്ളേരും ഇല്ല. എൻ്റെ ഓഡിയൻസിനോട് എടി രജിത, എൻ്റെ ഓഡിയൻസിനോട് എന്നെ കുറിച്ച് 2 വാക്ക് പറ. ജയമോളെ കുറിച്ച് 2 വാക്കാം. ജയമോളെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എത്ര വാക്ക് പറഞ്ഞാലും അത് ജയമോളെ കുറിച്ച് വരുന്നില്ലല്ലോ. ജയമോളെ പറ്റി പറയാം. എനിക്ക് ജയമോൾ ആരാണെന്നാണ് പറയേണ്ടത്. ജയമോള് സോഷ്യൽ പൊതുവെ എങ്ങനെയാണ്? നിനക്ക് ഞാൻ ആരാന്ന് പറയാം. പൊതുവെ എനിക്ക് ജയമോൾ ആരാണെന്ന് പറഞ്ഞാൽ ജയമോളാണെല്ലാം. എൻ്റെ ഹസ്ബൻഡ് കൂടിയും പറയും, ഇവിടെ പറയാം. എൻ്റെ ഹസ്ബൻഡും കൂടി പറയും ഞാൻ എൻ്റെ മുഖം തെളിഞ്ഞ് കാണണമെങ്കിൽ ജയമോൾ ഫോൺ വിളിച്ചാൽ മതി. ഇനി അടുത്ത പോരട്ടെ. ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചിരിച്ചിട്ട് പുള്ളി പുറത്ത് പോയതൊന്ന് ഞാൻ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന ജയം വിളിച്ചായിരുന്നല്ലേ. കേട്ടല്ലോ. നീ സുമിയെ കാണാൻ പോവാ. ഞങ്ങൾ ബസ് ഇറങ്ങി, ഞങ്ങൾ ഇനി സുമിയെ കാണാൻ പോവാ.
സുമിയാണ്. സുമി ആരാ? ഇങ്ങോട്ട് നോക്കി പറ. സുമിയാണ് ഡോർമിറ്ററിയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട കൊച്ച്. ഞങ്ങളുടെ എല്ലാം ഒരു ഗുരുവായിരുന്നു. പാവ സുമി. എന്തായാലും അവള് നമ്മുടെ മെഡിക്കൽ കോളേജ് ഡോർമിറ്ററി എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ബെഡിൽ 3 പേര് കിടക്കുന്ന ആദ്യം കയറി സുമിയോട് ചോദിച്ചു. ഞാൻ ആദ്യം കയറി ചെന്ന് സുമിയോട് എന്താ ചോദിച്ചറിയോ? ഒരാൾക്ക് ഒരു ബെഡാണോ? അതിന് സുമി ഒരു ചിരി. അപ്പൊ ഉണ്ട് ജയമോള് ബക്കറ്റും എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പോഴേ ഞാൻ ജയമോടെ ബക്കറ്റിൽ ഒരു കണ്ണ് വെച്ചു. ബക്കറ്റിലും പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ഡ്രസ്സിലും ക്രീമിലും എല്ലാം ഇവിടെ കണ്ണു വെച്ച്. അത് നേരത്തെ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പൊ ഇനി സുമിയെ കാണാൻ. സുമി വീഡിയോ എടുക്കുവാണേ. നീ അത് പറ. വീഡിയോ എടുത്ത വീഡിയോ എടി. സുമി ഇച്ച മെലിഞ്ഞു കേട്ടാ. അയ്യോ സുമി ഇല്ല. ഇത് എന്ത് സുമി? ഞങ്ങൾക്ക് മാസ്കും കൊണ്ടാണ് നീ വരുന്നത്. ഇത് നമ്മുടെ ഈ സുമിയോടാണ് ഞാൻ ഡോർമിറ്ററിൽ ആദ്യം കയറി ചോദിച്ചത്, എല്ലാവർക്കും ഒരു ബെഡ് ആണോ? സുമി അതുപോലെ തന്നെ ഇരിക്കാനാ. എന്നെ കടി പിടിക്കുന്നില്ല. കിട്ടി. സുമി മെലിഞ്ഞടി. നല്ല മെലിഞ്ഞടി. സുമി അപ്പൊ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സുമിയെ നിർത്തി ഞാൻ കുറച്ച് വീഡിയോ എടുക്കട്ടെ. വാ. ഇവളുടെ വട്ടിന് ഒരു കുറവില്ല, പണ്ടത്തെ അതേ വട്ട് തന്നെ. 98% no compromise. So that's അതാണ് നമ്മുടെ US ടെക്സ്. നീ എന്താ ചെയ്യുന്നില്ല? നിന്റെ ജോലി എന്താന്ന് പറ. നീ എന്താ ചെയ്യുന്നതിനെ കുറിച്ച് പറ. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? സോ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു മെയിനായിട്ട് എല്ലാ US യൂറോപ്പ് ROW എല്ലാ മാർക്കറ്റിൻ്റെയും റെഗുലേറ്ററി ഡീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ മാനുഫാക്ചറിങ്ങിലെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലെ ഹെഡായിട്ട് വലിയ ആളാ. ചോദിച്ചോ. നീ എങ്ങനെയൊക്കെ ഇവിടെ എത്തിയത്? ജയമോളെ കാണാൻ വേണ്ടി മാത്രം ജയമോളെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. സന്തോഷമായില്ലേ? പിന്നെ അപ്പൊ നീ നേരത്തെ ചെന്നൈയിൽ നിന്ന് എന്നെത്തി ഇന്ന് രാവിലെ എത്തി. അവിടെ ഹസ്ബൻഡ് എവിടെ പോയി? ഹസ്ബൻഡ് കുട്ടികളും അവിടെ. ഞാൻ അവിടെ റൂം എടുത്തു. അപ്പൊ റൂമിലാണ് അവരുള്ളത്. ഞാൻ കേരളത്തിൽ വന്നിട്ട് 4 വർഷമായി. ജയമോള് വന്നിട്ട് ഓടി വന്നു. 4 വർഷം ഇന്ന് കേരളത്തിൽ വന്നിട്ടോ. നമ്മള് സുമിയെ കാണുന്നത് 15 വർഷം കഴിഞ്ഞിട്ടല്ലേ? എന്റെ കല്യാണത്തിന് ഡാഡി നമ്മൾ അതേ ഞാൻ പറഞ്ഞു. നമ്മളെല്ലാം കൂടെ ഏതോ ഹോസ്റ്റൽ മുറി ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഇത് കഷ്ടമായത്. അതെ സുമിക്ക് ഒരു മാറ്റം ഇല്ല. പാവ സുമി. ഇപ്പൊ എന്റെ അച്ചാച്ചൻ രജിതയെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ നേതാജി ബസ് സ്റ്റോപ്പില് അച്ചാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവരവിടെ ഉണ്ട്. നമ്മുടെ അവിടെ ചാത്തനാട് അച്ഛാ. ചാത്തനാട് ഉറങ്ങുക രണ്ടുപേരും. ട്രെയിനിന് വന്നതിന്റെ ഒരു ക്ഷീണം. രണ്ടുപേരും കാണാൻ പറ്റില്ലല്ലോ. ഇന്ന് വൈകിട്ട് വരെ ഉണ്ട്. ഞങ്ങളിപ്പോ സുമിയെ 15 വർഷം കൂടി കാണുന്നു. പക്ഷെ അതുപോലെ തന്നെ. ഹലോ. രാവിലെ കഴിക്കും. രാവിലെ കഴിക്കും. ആലപ്പുഴ. ഒരു അച്ഛൻ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്? റോഡ് മുക്കം അല്ലേ? ഇതേ എൻ്റെ സഹപാഠികളായ കോളേജ് പ്രൊഫസർമാര്, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർന്നൊക്കെ പറയും. തോമസ് കണ്ണതാളിന്റെ കുഴിച്ചിട്ട മണ്ടനാണ്. താലന്തുകൾ കുഴിച്ചിട്ടവൻ. ഓ അറിയാം. 10 താലന്തുകൾ പിടിവെക്കുന്നു. അവിടെ ഒറ്റ നേരം പ്രയോഗിക്കുന്നതാ. ഓക്കെ. അപ്പൊ പിള്ളേര് 10ാം ശനിയാഴ്ചയായിട്ട് പോണേ.
ഓക്കെ സ്വീറ്റ്ന രജിതയ്ക്ക് സ്വീറ്റ്ന വേണ്ടല്ലേ? നോ. കട്ട്ലറ്റ്. പിന്നെ മാക്സിയേട്ടനും പിള്ളേർക്കും നമ്മൾ എന്തൊക്കെ മേടിച്ചാൽ പഴംപൊരി, പഴംപൊരി, ഉണ്ണിയപ്പവും കാണിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം ഞാനാണ് ഇവിടുത്തെ ആക്ടർ. ഉണ്ണിയപ്പവും പഴംപൊരിയും മേടിച്ചു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇത് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ ജ്യൂസ് കുടിച്ച് ജ്യൂസ് 2 ഗ്രേപ്പ് ജ്യൂസ് ഓർഡർ ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു വന്നിട്ട് അവർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് പിന്നെ നമ്മളിനി ബീച്ചിൽ പോകും. ബീച്ചിൽ പോയി കുറച്ചു നേരം ബീച്ചൊക്കെ കണ്ട് പിള്ളേർ അവിടെ കളിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഫുഡ് കഴിക്കും. എന്താ നാടൻ നാടൻ പൊറോട്ട ആൻഡ് ബീഫ് അല്ലേ? ചോറ് ആൻഡ് ഫിഷ് കറി കഴിക്കുമോ? കാണാൻ പോകും. ആൽഫിനെ കാണുന്നില്ലേ? ഉണ്ട്. ആസാദില് ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ സൂപ്പ് കുടിക്കാൻ പോയിരുന്നത് എന്റെ ഒഴിക്കല്ലോ. എനിക്ക് സൂപ്പിനകത്ത് സോസ് ഇടുന്ന ഇഷ്ടം. എനിക്ക് ഇതിൽ കട്ടറ്റ് ഇഷ്ടമല്ല. ഓക്കെ, ഹൗ ഇസ് ദ ജ്യൂസ്? ഈ ഓട്ടോ കയറി ഇരുന്നാണല്ലോ ഇത് ഞാനങ്ങ് വണ്ണം വെച്ചു. ഒരാഴ്ച കൊണ്ട് കുറെ ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്ക് അതിനകത്ത് കുറ്റബോധം ഇല്ലതേ. ഇതാ ശരിക്കും അങ്ങനെയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാലേ ഡാൻസ് കഴിക്കും. ഇവിടെ വരുമ്പോഴല്ലേ നീ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാനിങ്ങനെ ഇഷ്ടം പോലെ കഴിക്കും. ഇപ്പം നമ്മൾ എന്തൊക്കെ കഴിച്ചൊക്കെ കട്ട്ലറ്റ് കഴിച്ചു, സ്വീറ്റ കഴിച്ചു. ഇനിയിപ്പോൾ കുറേ സാധനം ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിക്കണം. ഞാൻ പറയുന്നത് അതേ ഡയലോഗ് പറയണം. നീ വേറെ എന്ത് പറയണം? ശരി. ചാത്തിനാണ് ഒരു പള്ളി വരും. അവിടെ നോക്കണേ. പള്ളിയുടെ അവിടെ നിന്ന് അടുത്തായിട്ടാണ്. അപ്പം ഞങ്ങളിപ്പം നേരെ തിരിച്ച് രജിതയുടെ പിള്ളേരുടെ അടുത്തോട്ട് പോവാം. അത് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞില്ലേ? ബെഞ്ചമിൻ ഇവിടെ വാ. ആന്റി ഒരു കാര്യം ചോദിക്കട്ടെ. ബെഞ്ചമിൻ ഇവിടെ വാ. ബെഞ്ചമിൻ ആന്റി അടുത്ത് വാ. ബെഞ്ചു ഇവിടെ പോയി. ഇടി ഇത് ഇത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചിക്കൻ കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നീ ഉണ്ടാക്കിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉണ്ടാക്കി ബിരിയാണി നീ കഴിച്ചിട്ടുണ്ട് അല്ലേ? നല്ല അടിയ നല്ലുണ്ട്. ആ നീ ഉണ്ടാക്കിയോണ്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് തോന്നുകയാണോ അറിയത്തില്ല. തീർന്നില്ലേ ചപ്പാത്തി? ചപ്പാത്തി കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. ഇതാണ് ആലപ്പടിയാൻ കരിപ്പട്ടി അലുവ. ആലപ്പടിയാൻ ലഡു. ഇത് ചെന്നൈയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ കട. എല്ലാ മെയിൻ സെന്ററിലെല്ലാം ഇതിന്റെ ഷോപ്പുകളുണ്ട്. സോ ഇവിടെ ഒരാള് ഞാൻ വന്നപ്പോ തൊട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട്. ബെഞ്ചമിൻ വേണ്ടടി അവന് കൊടുക്കല്ലേ. ബെഞ്ചമിന് ഫസ്റ്റ്. ഐ ലവ് യു. ബെഞ്ചമിന് ഫസ്റ്റ്. അങ്ങനെയോ? നോ ബെഞ്ചമിൻ. എന്താടിയാ അവനെ കഴിച്ച കുഴപ്പമില്ല. വേണ്ട, നിനക്ക് കൊണ്ടുവന്നല്ലേ. ഒന്നും അങ്ങനെ കൊടുക്കില്ല അവന്. ബെഞ്ചു വാ. ബെഞ്ചു കഴിയത്തില്ല. ബെഞ്ചു ആന്റി തരാം. ബെഞ്ചു വാ. ബെനുക്കുട്ടാ വാ. കൊള്ളാടി. കൊള്ളാല്ലേ? പിന്നെ ഇത് വരത്തില്ല, ഷുഗർ വരത്തില്ല, കരിപ്പട്ടി ആയതുകൊണ്ട്. നല്ലൊരു ഡിഫറെന്റ് ആണ് അതിന്റെ. എന്തോ ഭയങ്കര നൊസ്റ്റാൾജിയ വരുന്ന എന്തോ നോക്ക്. നീ വന്നില്ല എന്നെ കാണാനായിട്ട് ചെന്നൈന്ന്. ഇനി ഒരു മിക്സർ ഉണ്ട്. ആ മിക്സർ ഓൾസോ ഒരു ഡിഫറെന്റ് ആണ്. നിനക്കൊരു ലഡു എല്ലാം കഴിഞ്ഞു. ഇനി 2 ലഡു ഉള്ളു. ഇത് പാവടിയാവും കഴിച്ചോട്ടടി. ഞാൻ മാസോട് പറയുന്നുണ്ട്. സാരമില്ലടി, കൊച്ചല്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്തല്ലോ. നല്ല അവന് ഇഷ്ടം. അവന് വന്നപ്പോ തൊട്ടേ അവനത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവന്റെ പുറകെ നടന്നിട്ട് ലഡു തീർന്ന് അവന് മനസ്സിലായല്ലേ. അവൻ എന്നോട് സ്നേഹം കൊണ്ടാ. ഇങ്ങനെ കുടിക്കാൻ വേണ്ടമ്മേ. ഞങ്ങളിപ്പോ അവിടെ ഇച്ചിരി വർത്താനം പറയാം. ഇന്ന് കറണ്ട് പോയി അല്ലേ? ഇതേ അവളുടെ ഇളയ മോൻ. ഇതിന് 4 വയസ്സ്. അവരിവിടെ ഉണ്ട്.
ആ ബൈ പറ. അപ്പം രജിതേനെ വ്ളോഗ് അമ്മേ വ്ളോഗ് രജിതേനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ ഇപ്പം ഇവിടെയാ ഉള്ളത്. അമ്മയെ കാണിച്ച് സന്തോഷമായില്ലേ? സന്തോഷമായി, അമ്മയ്ക്ക് സന്തോഷമായി. ആ അപ്പം അച്ഛനെ കണ്ട് അമ്മേനെയും കണ്ട് കണ്ട് എല്ലാരെയും കണ്ട് സന്തോഷമായി. നമ്മളിവിടെ എൻ്റെ ഇതാടി എൻ്റെ വീട് കണ്ട നല്ല വീഡിയോ, കുഞ്ഞു വീട്. ഞാനും ജോസും അച്ഛൻ വാ ഞാനും അച്ഛനും അമ്മയും ജോസും എത്ര വർഷമാണ് നമ്മൾ 10 എൻ്റെ 28ാമത്തെ വയസ്സ് വരെ എൻ്റെ കല്യാണം ആയപ്പോഴല്ലേ നമ്മൾ ഇവിടുന്ന് പോയത്. കുഞ്ഞ് ഞാൻ പക്ഷെ ക്ഷീണിച്ചിരിക്കുന്നല്ലേ, അത് യാത്ര ചെയ്തെൻ്റെ അടി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. എന്ത് നാടനൂണും ബീഫ് മന്തി. ഞങ്ങൾ വെറൈറ്റി ട്രൈ ചെയ്യാം. നാടൻ ഊണൂടെ കഴിക്കുന്നതാണ് ആഗ്രഹം. ഒത്തിരി അമ്മ ബനിയൻ പ്ലേറ്റ്. ഓ നീ ഇത് എടുക്കാണോ? ആ എടുത്തോ. മൈൻഡ് ചെയ്യാൻ വാ പറ. അപ്പം ഞങ്ങൾ